വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. സ്തോത്രം. പ്രാരംഭമായിട്ട് കർത്താവിൻ്റെ ദാസൻ പ്രിയ പ്രദീപ് പാസ്റ്റർ മുമ്പോട്ട് വരികയും ചില ചുരുങ്ങിയ നിമിഷങ്ങൾ നമ്മോട് സംസാരിച്ച് അതോട് ചേർന്ന് കർത്താവിൻ്റെ ദാസൻ തന്നെ പ്രിയ ജേക്കബ് ജോർജ് പാസ്റ്ററിനെ പരിചയപ്പെടുത്തി ശുശ്രൂഷയ്ക്കായിട്ട് ഇൻവൈറ്റ് ചെയ്യും. കാരണം എന്നേക്കാൾ കൂടുതൽ അടുപ്പം ദൈവദാസനുമായിട്ടുള്ളത് പ്രിയ പ്രദീപ് പാസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ദാസനെ നമുക്ക് പരിചയപ്പെടുത്തി ദൈവദാസനെ ശുശ്രൂഷയ്ക്ക് ദൈവദാസൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പ്രിയ പ്രദീപ് പാസ്റ്ററിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയിൽ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജിസിൻ പാസ്റ്റർ കുടുംബം, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സിബിയോറിൻ്റെ മമ്മി നാട്ടിൽ നിന്ന് യാത്ര ക്ഷേമത്തോടെ ഒന്നിനെ സഹായിച്ചു. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോർജ് പാസ്റ്ററെ പ്രിയ സ്നേഹിതൻ പ്രിയ സുവി ബ്രദറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. വിശേഷ കർത്താവിൻ്റെ ദാസൻ ജേക്കബ് ജോർജ് പാസ്റ്റർ അവന് ഒരുമിച്ച് കൂട്ടായ്മ ദൈവം നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. സ്തോത്രം. ഈ പകൽ തുറന്നുള്ള സമയം നാം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മെ തുറന്നും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. വിശേഷാൽ സ്തോത്രം. നാം ദൈവത്തിൽ പാട്ട് പാടിയ സമയത്ത് എൻ്റെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഹൃദയമായി ഇടപെട്ട ഒരു ഭാഗമാണ്. സ്തോത്രം. നാം നമ്മുടെ ജീവിതത്തിൻ്റെ കര കാണാത്ത ആഴിയിലൂടെ നാം വലയുമ്പോഴും നമ്മെ കരുതുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആഴക്കടലിൽ നാം മുങ്ങിത്താഴുമ്പോഴും സ്തോത്രം നമുക്ക് കര കാണാതെ എങ്ങനെ we don't know where to go, what to do. We don't know the sea and land. We don't need the land, but in between the troubles, in between the tides and problems, in between the storm of river, in the river when we are there, even in the midst of in a sea, that time we don't know what to do, but that time God is with us. കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവ് അനുഭവിക്കാൻ കഴിയുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ വേദഭാഗത്തോട് ചേർന്ന് പാട്ടിനോട് ചേർന്ന് സംഗീതക്കാരൻ പറഞ്ഞൊരു ഭാഗമാണ് Psalms 46:1. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സ്തോത്രം. See, God is our refuge and strength, a very present help in trouble. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ട്രബിൾസിൻ്റെ മധ്യത്തിൽ കർത്താവ് നമുക്ക് ഏറ്റവും അടുത്തുണയാണ്. സ്തോത്രം. അറിയുന്നവർക്കായി അനുഭവിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ്, നാം സേവിക്കുന്ന ദൈവം നമ്മുടെ ഏറ്റവും അടുത്ത, നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, നമ്മുടെ ട്രബിൾസിൻ്റെ മധ്യത്തിൽ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ, നമ്മുടെ കഷ്ടങ്ങളുടെ ഏറ്റവും അടുത്തുണയാണ് നമ്മുടെ ദൈവം. ഞാനങ്ങനെ ഓർക്കുന്നു. സ്തോത്രം. ജീവിതയാത്രകളിൽ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ആശ്വാസമാണ്, ദൈവം നമ്മുടെ തുണയാണ്. കർത്താവ് നമുക്ക് തുണയുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സംഗീതക്കാരൻ പറയുന്ന വാക്കുകൾ അവിടെ ഓർക്കുന്നത്, സ്തോത്രം, ദൈവം സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങളുടെ യാത്രകളിൽ ഞാനും പ്രിയ ഷിബി ഒന്നിച്ചിങ്ങനെ, ഷിബി ഒറ്റയ്ക്ക് കുഞ്ഞുമായി വരികയാണ്. ഞാനാണെങ്കിൽ കുഴപ്പമില്ല, ജോഷന്മാരുമായി കടന്നു വരുമ്പോൾ സ്തോത്രം ഒരു ഇൻസിഡൻറ്റ് ഓർപ്പിക്കുന്നു. ഞാൻ വരികയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഞാൻ ചെയ്യാം ഷിബി എന്ന്. ജോഷുവിനെ ഷിബി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ ട്രാവൽ ചെയ്യും, ആരും സഹായിക്കും, ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഒരു ഒറ്റയ്ക്കുള്ള യാത്ര, കുഞ്ഞുമാരുടെ യാത്ര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ കരുതൽ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുക, ആരും അടുത്തില്ല. ആ സമയത്ത് ഷിബിയെ പറയുന്നൊരു തട്ടി ഒരു സഹോദരി വന്ന് പറഞ്ഞു, പ്രദീപ് പാസ്റ്ററുടെ വൈഫല്ലേ എന്ന് പറഞ്ഞ് ആ ഒരു കംഫർട്ട് തരുവാൻ ഓൺ ദ വേയിൽ ഇവിടെ വരെയുള്ള യാത്രകളിൽ, കുഞ്ഞുമായുള്ള യാത്രകളിൽ ആ പ്രിയ സഹോദരി അവർക്ക് ആശ്വാസമായിരുന്നു. പെട്ടിയെടുത്ത് ഒറ്റയ്ക്ക് വരുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. ദൈവം ദൂതനെ അയച്ച് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ പ്രിയ പൈതലേ, നിന്റെ ട്രബിൾസിൻ്റെ മധ്യത്തിൽ നിന്നെ സഹായിക്കുന്ന, ദൂതനെ അയച്ച് വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഈ സംഗീതക്കാരൻ ഇവിടെ പറയുന്നത്, സ്തോത്രം, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നത വിശുദ്ധവാസം സന്തോഷിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നദി, സ്തോത്രം, പരിശുദ്ധാത്മാവാകുന്ന നദി. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വായിക്കുന്നു, നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്, അത് 12 വിധം ഫലം കായ്ച്ചും മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തി കുതകുന്നു.
യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ഇന്ന് പകൽ ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ യഹോവയുടെ ആലയത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദി, ആത്മനദി, നിന്റെ ജീവിതത്തിൻ്റെ രോഗശാന്തിക്കുതകുന്ന നദിയാണിത്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമേ, നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, കഷ്ടങ്ങളുടെ ഏറ്റവും അടുത്ത തുണയാണ് ദൈവം. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ വചനത്തിലൂടെ ഉറപ്പിക്കുകയാണ്, God will be able to heal you completely. ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ നീ കടന്നു പോയാലും, രോഗത്തിൽ നീ ആയിരുന്നാലും, യേശു ക്രിസ്തുവിൻ്റെ യഹോവയുടെ ആലയത്തിൽ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന നദി നമ്മിലേക്ക് ഒഴുകി വരുമ്പോൾ, സ്തോത്രം സ്തോത്രം സ്തോത്രം, നിന്റെ രോഗശാന്തിക്കുതകുന്നതാണ്. അസാധ്യമെന്ന് ലോകം പറയുന്നതിനെ, മെഡിക്കൽ സയൻസ് പറയുന്നതിനെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അവൻ അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിന് സകലവും സാധ്യമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമേ, കർത്താവ് നിനക്ക് തുണ, കർത്താവ് നിനക്ക് തുണ. നിന്റെ രോഗത്തെ മാറ്റുവാൻ അവൻ ശക്തനാണ്, നിന്നെ സഹായിപ്പാൻ അവൻ ശക്തനാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ ജേക്കബ് ജോർജ് പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ്റെ ആണ് ഈ ദേശത്ത് വന്നപ്പോൾ, സ്തോത്രം, ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എൻ്റെ ചെറുപ്രായം മുതലേ കർത്താവിൻ്റെ ദാസൻ ജേക്കബ് പാസ്റ്റർ ഞങ്ങളുടെ അടുത്ത് സഹകരിക്കുവാൻ എനിക്ക് അവസരമുണ്ട്. മറ്റ് ജേക്കബ് ജോർജ് പാസ്റ്റർ വൈഫ് വത്സമാമ, ഞങ്ങളൊരു ചർച്ചിലാണ്, നാട്ടിൽ കരുനച്ചി IPC ചർച്ച്, ലോക്കൽ ചർച്ചിലാണ് ഞങ്ങൾ ആരാധന സംബന്ധിപ്പാൻ കർത്താവ് ഒരുക്കിയത്. ആ കുഞ്ഞു പ്രായം മുതലേ കർത്താവിൻ്റെ ദാസനെ എനിക്ക് എൻ്റെ സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ വരികയും ശുശ്രൂഷിക്കുകയും ചെയ്തൊക്കെ നന്ദിയോടെ ആ അവസരങ്ങളെല്ലാം ഓർക്കുന്നു. കർത്താവ് ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഈ ദേശത്ത് വന്നു. ഈ IPC പ്രസ്ഥാനത്ത് നേതൃത്വം വഹിപ്പാൻ കർത്താവിൻ്റെ ദാസൻ തിരഞ്ഞെടുത്തു. ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ദാസനാണ് എനിക്ക് ഓർഡിനേഷൻ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഓർഡിനേഷൻ തന്നത് അദ്ദേഹത്തിൻ്റെ കൈകീഴിൽ അദ്ദേഹമാണ് എന്നെ ഓർഡൈൻ ചെയ്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി വാതിരിപ്പാനിടയായത്. അതെല്ലാം ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. ദൈവദാസനുമായി ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് തുറന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ സംസാരിക്കും. സ്തോത്രം. നമ്മുടെ ദൈവസഭയുള്ള ബന്ധത്തിൽ കർത്താവിനെ അടുത്ത് ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടിയിരിക്കുവാൻ, നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തുണയായ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഏതെല്ലാം പർവ്വതങ്ങൾ മാറിപ്പോയാലും, കുന്നുകൾ നീങ്ങിപ്പോയാലും ആ ദൈവം നമ്മോട് കൂടെയുള്ള ദൈവമാകിയാൽ, സ്തോത്രം, കർത്താവിൻ്റെ സാന്നിധ്യം ആണ് ഏറ്റവും പ്രധാനം. ഇന്ന് പകൽ ദൈവത്തിലിരിക്കുന്ന ദൈവമേ, കർത്താവ് നിന്നെ ആ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. വാട്ട് വി റിയലി നീഡ് ഗോഡ്സ് പ്രസൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്. കർത്താവിൻ്റെ സാന്നിധ്യമാണ് വേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അധികാരപ്പെടുന്ന ഒരു ദൈവിക അധികാരമുണ്ട്. സ്തോത്രം. എല്ലാ ഈവിൾ സ്പിരിറ്റിനെയും എല്ലാ അൺക്ലീൻ സ്പിരിറ്റിനെയും പുറത്താക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മെ ഭരിക്കാറുണ്ട്. ഇന്ന് ദൈവമേ, നിന്റെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ ഓർത്ത് നീ ഭാരപ്പെടരുത്. ഗോഡ് ഈസ് വിത്ത് യു. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ യഹോവ നിന്നോട് കൂടെയുണ്ട്. ഒരു ദൈവത്തിന്റെ ദാസൻ എന്ന നിലയ്ക്ക് ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ നിന്റെ ജീവിതത്തിന്റെ ചലഞ്ചസിന്റെ മധ്യത്തിൽ, പ്രതികൂലങ്ങൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ എതിരുവരുന്ന എല്ലാ പ്രതിസന്ധികളെയും കർത്താവ് നമ്മോട് കൂടിയിരുന്ന് അതിനെ വിശ്വാസത്താൽ, ഹല്ലേലൂയ, ധൈര്യമായി മുന്നേറുവാൻ ദൈവം നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ടതില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ അധികാരം, ദൈവിക നിയോഗം നിന്റെ മേലുള്ളത് കൊണ്ട് ദൈവം നിന്നെ നടത്തുവാൻ ശക്തനാണ്. ഇന്ന് പകൽ വിശ്വാസത്തോടെ കൽപ്പിക്ക്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കൽപ്പിക്ക്. നിന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും കർത്താവ് മാറ്റുവാൻ ശക്തനായ യേശു നിന്നോട് കൂടെയുണ്ട്. നിന്റെ രോഗമായിക്കൊള്ളട്ടെ, നിന്റെ ഭാരങ്ങളായിക്കൊള്ളട്ടെ, നിന്റെ ആകുലങ്ങളായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ അത്യന്ത ശക്തി നിന്റെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ ശക്തിയുള്ള ദൈവമാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെത്തി കർത്താവിന് സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ വിശ്വാസത്തോടെ, ഹല്ലേലൂയ, യേശു നിന്നോട് കൂടെയുണ്ട്. അധികാരമുള്ളവൻ സകലത്തിന് മേലും അധികാരമുള്ള യേശു നിന്നോട് കൂടെയുണ്ട്. യേശുവിന്റെ ഉള്ളിൽ വസിക്കുന്നു. വിശ്വാസത്തോടെ കർത്താവിനോട് ജീവിതത്തെ പ്രാപ്തരാക്കട്ടെ. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ പ്രിയ ജേക്കബ് ജോർജ് പാസ്റ്റർ നമ്മോട് ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുകയും വിശേഷാൽ ഈ പ്രസ്ഥാനത്തിന്റെ സ്തോത്രം ഈ IPC റീജിയൻ പ്രസിഡന്റ് നിലയിൽ സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസൻ എന്നുള്ള സമയങ്ങൾ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ലെസ്റ്റർ ചർച്ചും നോട്ടിയാൻ ചർച്ചും IPCയോട് അഫിലിയേറ്റ് ചെയ്യാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം കർത്താവിന്റെ ദാസൻ നമ്മോട് മതിൽ ചെയ്യുന്നതായിരിക്കും. കർത്താവിന്റെ ദാസൻ എന്നുള്ള സമയം ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.
തീരുമൻ ഭാരം. കാൺമാതു നിയമത്തിൻ വില്ലോ ആയതിൽ തീരുമൻ ഭാരം. മഹിമായേഴും പാരമേശ പാഹിമാമേശു മഹേശ. മഹിമായേഴും പാരമേശ പാഹിമാമേശു മഹേശ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള എല്ലാവരും കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കാലാകാലങ്ങളായി വിളിച്ച് ചേർക്കപ്പെട്ടതായ, ഇവിടെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവ മക്കളോട് ഒരുമിച്ച് വിശിഷ്യ എൻ്റെ വാത്സല്യ പ്രിയ സ്നേഹിതനും എൻ്റെ സഹോദരനും എൻ്റെ അനുജനുമായിരിക്കുന്ന ഈ 3 സഭകളുടെയും പ്രത്യേകിച്ച് ഗിൽഗാൽ പെൻ്റെക്കോസ്റ്റൽ അസംബ്ലിയുടെ സീനിയർ മിനിസ്റ്ററും ആയിരിക്കുന്ന പ്രിയ പാസ്റ്റർ പ്രദീപ് ആൻ്റണി, അതുപോലെ തന്നെ ഈ സഭയ്ക്ക് അനുഗ്രഹീതമായ നിലയിൽ ശുശ്രൂഷയ്ക്ക് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിതിൻ വി ജോൺ കുടുംബം, അതുപോലെ അസോസിയേറ്റ്സ് ആയിരിക്കുന്ന ബ്രദർ ബെന്നി കുടുംബം, അതുപോലെ ബ്രദർ സിബി, മറ്റെല്ലാവരെയും ഓർത്ത കർത്താവിനെ സ്തുതിക്കുകയും എന്നോടൊരുമിച്ച് ബർമിഹാമിൽ നിന്ന് കടന്നു വന്ന പ്രിയ സുവി, അതുപോലെ തന്നെ ഇന്നത്തെ അനുഗ്രഹീതപ്പെട്ട നിലയിൽ കൊയർ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന അഥവാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന പ്രിയ സഹോദരങ്ങൾ, സഹോദരിമാർ, പ്രിയ കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാവരെയും ഓർത്ത കർത്താവിനെ സ്തുതിക്കുകയും വേഗവരുതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ പെൻ്റെക്കോസ്റ്റൽ ദൈവസഭ UK അയർലൻഡ് റീജിയൻ്റെയും ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന IPC ലണ്ടൻ സഭയുടെയും സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. സ്തോത്രം. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് പകൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് രാവിലെ സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തുതികൾക്ക് യോഗ്യൻ അവൻ മാത്രമേ ഉള്ളൂ, ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് ഒരുവൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സകല സ്തുതികൾക്കും ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ കർത്താവ് ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർത്തു. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, സ്തോത്രം, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്, നമ്മുടെ സ്നേഹമാണ് നമ്മെ തേടി വന്നത്. ആമേൻ. ആ സ്നേഹം കാലാകാലങ്ങളായി നമ്മെയും വിവിധ സമയങ്ങൾ തേടി വരുവാൻ സ്വർഗത്തിന് പ്രസാദം തോന്നി. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടതായി ദൈവമക്കളായി നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ആരാധിപ്പാനാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കട്ടെ. പ്രാർത്ഥിച്ച് തുടങ്ങിയതായ സമയം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈ ഹാളിൻ ഉള്ളിൽ ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അവൻ പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ കുടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ഇന്ന് പകലിലും വാഗ്ദത്ത പ്രകാരം നമ്മുടെ നടുവിൽ അവൻ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ കണ്ണുകളാൽ, നമ്മുടെ അകത്തെ കണ്ണുകളാൽ നമ്മുടെ കർത്താവിനെ ഇന്ന് പകൽക്കാലം ദർശിപ്പാനിടയായി തീരട്ടെ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണുവാൻ കഴിയാത്തവൻ, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, നമ്മുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കിട്ടിയ ആമേൻ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ, ആരാധനയുടെ നടുവിൽ അവൻ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തെ വേണ്ടുവണ്ണം ആരാധിച്ച് മഹത്വപ്പെടുത്തി മഹത്വം കൊടുത്തു വേണം മടങ്ങിപ്പോകുവാൻ. വെറുതെ കടന്നു വന്ന് മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, ഇന്ന് പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മടങ്ങിപ്പോകുവാൻ, സന്തോഷം പങ്കിട്ട് വിടുതലുള്ളവരായി, ആശ്വാസമുള്ളവരായി, സൗഖ്യമുള്ളവരായി, പ്രത്യാശയുള്ളവരായി മടങ്ങിപ്പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിശേഷ പ്രദീപ് പാസ്റ്റർ സിസ്റ്റർ എന്ന പകൽ ഇവിടെയുണ്ട്. ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഏകദേശം
40 വർഷം കൊണ്ടുള്ള പരിചയവും ആത്മീക ബന്ധവുമാണ്. താൻ പ്രദീപ് പാസ്റ്റർ ഒരു പൈതലായിരിക്കുമ്പോൾ തന്നെ ഉള്ളതായ ആ ബന്ധം, ആ സഭയിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. തൻ്റെ പ്രിയ പിതാവുമായി അടുത്ത ബന്ധു, സ്നേഹബന്ധു, ആത്മീക ബന്ധുമെല്ലാം അന്നു മുതൽ ഇന്ന് വരെ ഒരുപോലെ നിലനിർത്തി കൊണ്ടുപോകുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷകൾ അന്ത്യത്തോളം വിശ്വസ്തയോടുകൂടെ ചെയ്ത് കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായി, നല്ല ഭടനായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുറന്ന് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദേവദാസിനെ ഇന്ന് ഇവിടെ വന്നപ്പോൾ പരിചയപ്പെടുവാനിടയായി തീർന്നു. ഞങ്ങൾ നാട്ടിൽ സ്ഥലം ദൂരെയൊന്നുമല്ല, അടുത്താണ്, ഒരു 15 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. ഇവിടെ കടന്നു വന്ന് പരിചയപ്പെടുവാനിടയാക്കി, പ്രിയ സഹോദരിയെയും പരിചയപ്പെടുവാനിടയായി. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ശുശ്രൂഷ, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിറപടിയായി ചെയ്തെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി കൂടുതലായി ഫലം കായ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തിയും തൻ്റെ ദാസൻ്റെ മേൽ പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്ന് ഒരുമിച്ച് ഇന്നാണ് കണ്ടത്, എന്നാൽ ക്രിസ്തുവിൽ മുന്നമേ നാം ഒന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പലരെയും എനിക്ക് മിക്കവാറും ഉള്ളവരെ ഒന്നും പരിചയമില്ല, എന്നാൽ കർത്താവ് ഹല്ലേലൂയ നമ്മെ മുന്നമേ കണ്ടതുകൊണ്ട് സ്തോത്രം, നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ആമേൻ, സ്തോത്രം. ഒരു അപ്പൻ്റെ മക്കളായി തീരുവാൻ കർത്താവ് തന്ന ഭാഗ്യപദവിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ 18 വർഷമായി IPCU കേരള റീജിയൻ്റെ പ്രവർത്തനങ്ങളിൽ സ്തോത്രം 15 വർഷം അതിൻ്റെ പ്രസിഡൻ്റായും 3 വർഷം അതിൻ്റെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. ഇതിൻ്റെ പ്രവർത്തനത്തിൽ തുടക്കം കുറിക്കുവാൻ ദൈവമിടയാക്കി. ചെറിയ പ്രവർത്തനങ്ങളായിരുന്നു, എന്നാൽ 40ഓളം സഭകൾ ഇന്ന് IPCU കേരള റീജിയനിലുണ്ട്. UK മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും സ്തോത്രം കൗണ്ടികളിലും നമ്മുടെ സഭകൾ പ്രവർത്തനങ്ങളുണ്ട്. ദോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഞാൻ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചിട്ട് അവസാനമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് സ്തോത്രം ദൈവസനെ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ദൈവവചനത്തിനാണ് നാം കൂടി വന്നത്. നാം പാട്ടുപാടി പ്രാർത്ഥിച്ചു, ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. വചനത്തിന് ശക്തിയുണ്ട്. വചനം ജഡമായി തീർന്നവനെന്ന് പകൽ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മെ നിലനിർത്തുന്നത് ദൈവവചനമാണ്. സ്തോത്രം. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുവാൻ താല്പര്യത്തോടുകൂടെ ആയിരിക്കും തൻ്റെ മക്കളെ അനുഗ്രഹിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഇന്ന് പകൽ കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ നടുവിൽ. ഇന്ന് പ്രദീപ് പാസ്റ്റർ സ്വല്പസമയം സ്തോത്രം ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനിടയായി. ഞാനിന്ന് പ്രാർത്ഥിച്ച് രാവിലെ ദൈവസനിൽ പ്രാർത്ഥിച്ച് കടന്നു വന്നപ്പോൾ എന്താണെന്ന് ദൈവമക്കളോട് സംസാരിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ച് ദൈവസനിൽ സ്തോത്രം ദൈവസനിൽ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നതായ ഒരു ചെറിയ ആലോചന ഇന്ന് പകൽ പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിന്ന് പ്രദീപ് പാസ്റ്റർ സംസാരിച്ചതുമായി ഏകദേശം ബന്ധപ്പെട്ടുള്ളതായ ഒരു വേദഭാഗമാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 31. ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? സ്തോത്രം. ഈ റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 31 വരെ 30 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. സ്തോത്രം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു എന്നുള്ളതിനെക്കുറിച്ച് 1 മുതൽ 30 വരെ വായിക്കുമ്പോൾ നമുക്കത് ഗ്രഹിപ്പാൻ കഴിയും. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: പാപിയായ മനുഷ്യനെ ദൈവം തൻ്റെ പുത്രൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് പുത്രത്വം നമുക്ക് നൽകി, പരിശുദ്ധാത്മാവിനെ നമുക്ക് നമ്മുടെ ഉള്ളിലാക്കി. ഇതിലപ്പുറമായി ദൈവത്തിന് നമുക്ക് തരുവാൻ മറ്റൊന്നുമില്ല. ഇതിനപ്പുറമായി എന്താണുള്ളത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്?
ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. സ്തോത്രം, ഇതിന് ഒരു യോഗ്യതയും എനിക്കും നിങ്ങൾക്കും ഇല്ലായിരുന്നു. എന്നാൽ സ്തോത്രം, ഞാനും നിങ്ങൾ പാപികളായിരുന്നു, ദോഷികളായിരുന്നു. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മെ, ആമേൻ, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. ദോഷികളും പാപികളുമായിരുന്ന നമ്മെ സ്നേഹിപ്പാൻ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി, സ്തോത്രം, ലോകത്തിൽ അയച്ചത് മാത്രമല്ല, കാൽവർ ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമാക്കി തീർത്ത് പാപിയായ മനുഷ്യനെ, ആമേൻ, തൻ്റെ പുത്രൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ച് പുത്രത്വം നൽകി ഇന്ന് പകൽ ദൈവസനിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ പുത്രത്വം നൽകി പിതാവേ എന്ന് വിളിക്കുവാനുള്ള യോഗ്യത നമുക്ക് ദൈവം നൽകിയതോർത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അബ്രഹാമിൻ്റെ സന്തതികൾക്ക് മാത്രം അവകാശപ്പെട്ടിരുന്നതായ പിതാവേ എന്ന് വിളിക്കുവാൻ, അപ്പാ എന്ന് വിളിക്കുവാനുള്ള അവകാശം അവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും നിങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ തേടി വന്നൊരു സ്നേഹമുണ്ട്. ക്രൂശിലെ സ്നേഹം എന്ന് പകൽക്കാലം ദൈവസന്നിധിയിലിരിക്കുമ്പോൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, വില തന്ന ഒരുവനുണ്ട്, സഭയുടെ നാഥൻ നമ്മുടെ കർത്താവാണ്. തൻ്റെ ഹല്ലേലൂയ പുത്രനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ്റെ അവസാന തുള്ളി രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് കർത്താവ് സമ്പാദിച്ച ദൈവസഭയുടെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും എന്നുള്ളത് മറന്നു പോകരുത്. അവിടെ വ്യത്യാസമൊന്നുമില്ല. ആമേൻ. വചനം പറയുന്ന യഹൂദനെന്നില്ല, ഇവനെന്നില്ല, ദാസനെന്നില്ല, ശകനെന്നില്ല, ബർബരനെന്നില്ല. ആമേൻ. എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നാക്കിക്കൊണ്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ ദൈവസഭ സ്ഥാപിക്കുവാനിടയായി തീർന്നു. ഇന്നിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ യോഗ്യതയല്ല, നിങ്ങളുടെ യോഗ്യതയല്ല, അയോഗ്യരായിരുന്ന പാപികളും ദോഷികളുമായിരുന്ന നമ്മെ ശുദ്ധീകരിച്ചൊരു രക്തമുണ്ട്. യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കണം. പിതാവേ എന്ന് വിളിപ്പാൻ യോഗ്യത നമുക്ക് നൽകിയ, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയ, പുത്രത്വം നൽകിയ ആമേൻ നമ്മുടെ പിതാവിനെ ഇന്ന് പകൽക്കാലം ആരാധിച്ച് മഹത്വപ്പെടുത്തി വേണം മടങ്ങിപ്പോകുവാൻ. സ്തോത്രം, സ്തോത്രം. മൗനമായിരിക്കാനല്ല. ഹല്ലേലൂയ. നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ജാതിയല്ല, നമ്മുടെ കുലമല്ല, ആമേൻ, വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതയല്ല, പണത്തിൻ്റെ ഹല്ലേലൂയ അധികം കൊണ്ടുള്ള അല്ല, ധനികരായിട്ടല്ല. പിന്നെയോ നമ്മോട് ദൈവം കാണിച്ച സ്നേഹം എത്ര വലുതായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിരുന്ന് നന്ദിയോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ നമുക്ക് കഴിയണം. ഈ വേദഭാഗത്തിൽ 5 ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 5 ചോദ്യങ്ങളാണ്. അതിനെക്കുറിച്ച് വിശദീകരിപ്പാൻ ഞാൻ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. ഒന്നാമത്തേത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? അതിനെക്കുറിച്ച് അവസാനമായി ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, അത് സ്വന്തം പുത്രനെ തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ നമുക്ക് നൽകിയവൻ, അതോ അവനോടുകൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ? ഏറ്റവും വലുതാണ് പിതാവ് നമുക്ക് നൽകിയത്. സ്വന്തം പുത്രനെ തന്നെ നമുക്ക് വേണ്ടി അവൻ നൽകി. അവൻ കൊടുത്ത വില സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എൻ്റെ 1-2 വാക്യങ്ങളൂടെ വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ളതായ വാക്യങ്ങൾ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു.
സ്തോത്രം. നമ്മുടെ യോഗ്യത എന്താണ്? സ്തോത്രം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സ്വന്തം പുത്രനെ തന്നവൻ. ഞാൻ നിങ്ങളും ആരായിരുന്നു? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. അഭക്തർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുമോ? ആമേൻ, സ്തോത്രം. ഇവിടെ പൗലോസ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തു തക്ക സമയത്ത് നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. സ്തോത്രം. എന്നാൽ ആമേൻ, പാപികൾക്ക് വേണ്ടി ആരും മരിപ്പാൻ തുനിയുകയില്ല. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ആമേൻ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി മാറ്റി നിർത്തി. സ്തോത്രം. മനുഷ്യൻ പാപിയായി തീർന്നപ്പോൾ ഏതിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യനെ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ, ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യനെ ഏതനിൽ നിന്ന് പുറത്താക്കി ഏതൻ കാപ്പാൻ മിന്നുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകളെ ദൈവം നിർത്തി. ഏതനിലേക്ക് തിരിച്ച് ഈ തോട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ യാതൊരു അനുവാദവും ദൈവം കൊടുത്തില്ല. ആരെങ്കിലും അതിന് തുനിഞ്ഞാൽ അവൻ്റെ തല ആമേൻ, സ്തോത്രം, ഉടലിന്മേൽ കാണുകയില്ല. ദൈവം മിന്നുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകളെ നിർത്തി. എന്നാൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ്, സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യനെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി, ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടുവരുവാൻ പിതാവായ ദൈവം ഞാനും നിങ്ങളും പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ക്രിസ്തു യാഗമായി തീർന്നു. അവൻ തൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതായിരുന്നു! ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. എന്നെ സ്നേഹിച്ചെന്നെ തേടി വന്നൊരു സ്നേഹമുണ്ട്. വെള്ളി, പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലേറിയ രക്തം, അട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കളുടെ രക്തത്തിന് നമ്മുടെ പാപങ്ങളെ മോചിപ്പാൻ കഴിയാതിരുന്നപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ രക്തം തന്നെ നമുക്ക് വേണ്ടി ചിന്തി നമ്മെ വീണ്ടെടുപ്പ് എത്ര വലുതാണ്! സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് പകൽക്കാലം നമുക്ക് ലഭിച്ച ആമേൻ, ഹല്ലേലൂയ, പദവിക്കായി, ആത്മീയ അനുഗ്രഹത്തിനായി, ദൈവം തന്ന അനുഗ്രഹത്തിനായി നമ്മുടെ കർത്താവിനെ നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, ആ വാക്യം കൂടെ വായിക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ നമ്മെ അനുഗ്രഹിച്ചതിന് സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. സ്തോത്രം. സ്വന്തം പുത്രനെ തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ഇന്ന് അനുഭവിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക നന്മകളും സ്വർഗത്തിലെ ദൈവം നമുക്ക് പുത്രനിലൂടെ ലഭിച്ചതാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽ നമുക്ക് കഴിയണം. ദൈവസന്നിധിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ, കർത്താവേ, സ്വർഗത്തിലെ സകല അനുഗ്രഹത്താൽ എന്നെ അങ്ങ് നിറച്ചിരിക്കാൻ അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്മാർക്ക് ലഭിക്കാത്ത ഭാഗ്യപദവി, ആമേൻ, സ്തോത്ര, അവൻ നമ്മെ തിരഞ്ഞെടുത്ത് ദൂതന്മാർക്ക് ലഭിക്കാത്തതായ ഭാഗ്യപദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണെന്ന് മനസ്സിലാക്കി വേണം ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുവാൻ. ഹല്ലേലൂയ. രണ്ടാമതായി അവിടെ, മൂന്നാമതായി അവിടെ, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ഒന്ന്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? അത് അവസാനമായി ഞാൻ പറയും. രണ്ടാമത്,
ആ സ്വന്തം പുത്രനെ തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? മൂന്നാമത് ആമേൻ, ദൈവം തിരഞ്ഞെടുത്തവര് ആർ കുറ്റം ചുമത്തും? ഇന്ന് പകൽ ഞാൻ ചിലപ്പോൾ അതിൽ നിന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും പ്രയാസം തോന്നരുത്. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതാണ് ഞാൻ പറയുന്നത്. ദൈവം തിരഞ്ഞെടുത്തവനെ കുറ്റം വിധിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. സ്തോത്രം. ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ, സ്തോത്രം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിലൊരു മോശയെ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടി വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട മോശ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ വിളി കേട്ടവൻ, ദൈവം അയച്ചവൻ. സ്തോത്രം. ഫറവോൻ്റെ ഇസ്രായേലിലേക്ക് കടന്നു ഇസ്രായേൽ ജനത്തെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചവൻ. അബ്രഹാമിനോടുള്ള വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം മുന്നമേ കണ്ടവൻ. സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ, ദൈവം തിരഞ്ഞെടുത്തവൻ. സ്തോത്രം. എന്നാൽ അവരുടെ മരുഭൂമി യാത്രയിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചത് മുഖാന്തരം മോശയ്ക്ക് വിരോധമായി സ്വന്തം സഹോദരിയും ആമേൻ സ്തോത്ര സഹോദരനും പിറുപിറുത്തപ്പോൾ, ഹല്ലേലൂയ, സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ അത് നമുക്ക് വ്യക്തമായി വായിക്കുവാൻ കഴിയും. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ കാണുവാൻ ദൈവം തിരഞ്ഞെടുത്തവൻ, മോശയെ പോലെ സൗമ്യനായ ഒരുവനില്ല എന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞതായ മോശ, ഹല്ലേലൂയ, ദൈവം തിരഞ്ഞെടുത്തവനെ കുറ്റം വിധിക്കുവാനിടയായി സ്വന്തം സഹോദരിയും ആമേൻ സഹോദരനെ കുറ്റം വിധിച്ചപ്പോൾ സഹോദരിക്ക് മുമ്പോട്ട്, ഇസ്രായേൽ ജനത്തിന് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാതെ വണ്ണം അവൾക്ക് കുഷ്ഠമായി. ആമേൻ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയ്ക്ക് തടസ്സമായി. ആമേൻ സ്തോത്രം. അവർ പാളയമടിച്ച് അവിടെ വസിക്കുവാനിടയായിട്ട് ദൈവം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയാൽ 7 ദിവസം അവൾ ലജ്ജിച്ചിരിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞിട്ട് 7 ദിവസം ആമേൻ സ്തോത്ര അവർക്ക് യാത്ര ചെയ്യുവാൻ കഴിയാതെ വണ്ണം അവരെ ദൈവം അവിടെ തന്നെ ഇടുവാനിടയായി. മോശയ്ക്ക് വേണ്ടി, മോശ സഹോദരിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. സ്തോത്രം. ദൈവം ഹല്ലേലൂയ അവിടെ കുഷ്ഠം ആമേൻ സ്തോത്രം മാറ്റിക്കൊടുത്ത് അവൾ ശുദ്ധിയുള്ളവളായി തീർന്നു. ദൈവം തിരഞ്ഞെടുത്തവനെ കുറ്റം വിധിക്കുവാൻ സ്തോത്രം ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. സ്തോത്രം. മോശ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ദൈവം മോശയോട് എന്ത് ചെയ്തോളും? ചോദിച്ചുകൊള്ളും. കുറ്റം വിധിക്കുവാൻ ആർക്കും അവകാശമില്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, മറ്റൊരു വേദഭാഗത്ത് യോശുവ പുരോഹിതൻ ഹല്ലേലൂയ മുഷിഞ്ഞ വസ്ത്രവുമായി ദൂതൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ സെക്കരിയ പ്രവചനം 3-ാം അധ്യായൻ്റെ 1-ാം വാക്യം കൂടെ വായിക്കുക. സെക്കരിയ പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം. ഹല്ലേലൂയ സ്തോത്രം. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനേ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്തോരു കൊള്ളിയാണ്. സ്തോത്രം. യോശുവ മഹാപുരോഹിതനെ ആമേൻ കുറ്റം വിധിക്കുവാൻ വന്ന സാത്താനെ ദൈവം ശാസിക്കുകയാണ്. എന്നിട്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഇവൻ ആരാണ്? ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളിയാണെന്ന് പറഞ്ഞ് സാത്താനെ 2 പ്രാവശ്യം ഭത്സിക്കുവാനിടയായി. എന്നാൽ യോശുവ മഹാപുരോഹിതൻ നിന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവനെ ഉത്സവസ്ത്രം ധരിപ്പിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ ജനമേ, ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ പീലാത്തോസ് പറയുന്നു, ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുവാനിടയായി തീർന്നു. ദൈവമാണ് മനുഷ്യൻ്റെ വിടുതലിന് വേണ്ടി, മനുഷ്യവർഗത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി. ആമേൻ സ്തോത്രം. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ച്. അവൻ പവിത്രൻ, അവൻ നിർദോഷൻ, അവൻ നിഷ്കളങ്കൻ. ആമേൻ സ്തോത്രൻ. പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ. ആമേൻ ഇവനെ പോലെ മറ്റൊരു മഹാപുരോഹിതനില്ല എന്ന് ഹല്ലേലൂയ
എബ്രായ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, ആമേൻ സ്തോത്രം, പവിത്രൻ, നിർദോഷൻ, ഹല്ലേലൂയ സ്തോത്രം, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന മഹാപുരോഹിതൻ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. ആമേൻ സ്തോത്ര, കർത്താവായ യേശു ക്രിസ്തു ആരാണ്? ശ്രേഷ്ഠ മഹാപുരോഹിതനായ നമ്മുടെ കർത്താവ്. അവൻ നിഷ്കളങ്കനും, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, പവിത്രനാണ്, നിർദോഷനാണ്, നിഷ്കളങ്കനാണ്, പാപമറിയാത്തവനാണ്, പാപം ചെയ്യാത്തവനാണ്. അവനെ കുറ്റം വിധിക്കുവാൻ, ഹല്ലേലൂയ, കുറ്റവനിൽ ഞാൻ ഒരു കുറ്റമില്ല എന്ന്, കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് പറയണമെങ്കിൽ ഇവൻ ആരാണ്? ഹല്ലേലൂയ, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ആരാണ്? ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കുറ്റം വിധിക്കുവാൻ സാത്താൻ വന്നേക്കാം, പിശാച് കരങ്ങൾ എടുത്തേക്കാം, ചിലരെ ആയുധങ്ങളാക്കി എടുത്തേക്കാം. എന്നാൽ ദൈവം അനുവദിക്കയില്ല എന്ന് ഇന്ന് പകൽ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ദൂതി ഞാൻ വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കുന്നവർക്കായി, ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അടുത്തത്, ഹല്ലേലൂയ, നാലാമതായി, നീതീകരിച്ചവൻ ദൈവമാണെങ്കിൽ അവരെ ഇനി ആർക്ക് ശിക്ഷിക്കുവാൻ കഴിയും? നീതീകരിച്ചവൻ ദൈവമാണെങ്കിൽ അവരെ ഇനി ആർക്ക് ശിക്ഷിക്കുവാൻ കഴിയും? വചനം പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. നീതീകരിച്ചവൻ ദൈവമാണെങ്കിൽ അവരെ ഇനിയും ആർക്ക് ശിക്ഷിക്കുവാൻ കഴിയും? ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവൻ നമുക്ക് നൽകി. അവൻ ദൈവപുത്രനെ നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായു കൊണ്ട് ഏറ്റുപറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിൻ്റെ രക്ഷിതാവാണെന്നും എനിക്ക് വേണ്ടിയാണ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യ വേഷമെടുത്ത്, ആമേൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത്, ആമേൻ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ വചനപ്രകാരം, ആമേൻ, തിരുവെഴുത്തിൻ്റെ നിവൃത്തിയെ വരത്തക്കവണ്ണം, ആമേൻ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്നുള്ള വചനപ്രകാരം കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദലേ, ഹാലൽ, നീതീകരിച്ചത് യേശുവിൻ്റെ രക്തത്താൽ അവൻ നമ്മെ നീതീകരിച്ചുവെങ്കിൽ കുറ്റം വിധിക്കുന്നത് ആര്? ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധിയിൽ നിന്നുള്ള ഇളവ് യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിച്ചു. നാം നീതീകരിക്കപ്പെടുവാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. നാം ഇന്ന് പാപികളല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്. അവൻ നമ്മെ തൻ്റെ രക്തത്താൽ അവൻ നമ്മെ ശുദ്ധീകരിച്ചു. നാം ഇന്ന് വിശുദ്ധരുടെ കൂട്ടത്തിലാണ്. വിശുദ്ധരാക്കിയവൻ നമ്മെ തീർത്തു. പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ വിശുദ്ധരും വിളിക്കപ്പെട്ടവരുമെന്ന് അനേക ഇടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ, സ്തോത്രം. നാം വിശുദ്ധരാണ്. ഇനിയും പഴയതിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇടയാകരുത്. നമ്മെ എന്തിനു വേണ്ടി ദൈവം വിളിച്ചു? വിശുദ്ധിക്കായിട്ടാണ് അവൻ നമ്മെ വിളിച്ചത്. നമ്മുടെ കർത്താവ് ആരാണ്? അവൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. നീതീകരിച്ചുവെങ്കിൽ ഇനിയും കുറ്റം ചുമത്തുവാൻ ആർക്കും ശിക്ഷിക്കുവാൻ കഴിയുകയില്ല. നമുക്കുള്ള ശിക്ഷ, മരണശിക്ഷ, പാപത്തിന്മേലുള്ള ശിക്ഷ നമ്മുടെ കർത്താവ് ചുമക്കുവാനിടയായി തീർന്നു. യെരൂശലേമിൻ്റെ തെരുവിലൂടെ ക്രൂശിച്ച ഭാരം ചുമന്നുകൊണ്ട്, ആമേൻ, മന്നമായി കാൽവറി മലയിലേക്ക് നടന്നുപോയ നമ്മുടെ കർത്താവ്, അവനത് ചുമക്കുവാൻ കഴിഞ്ഞില്ല, ഭാരമായിരുന്നു. ആമേൻ, സ്തോത്രം. വീണും എഴുന്നേറ്റും ഹല്ലേലൂയ, നമ്മുടെ ശിക്ഷാവധി അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ ശിക്ഷ അവൻ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ഇനി നമ്മെ കുറ്റം വിധിക്കുവാൻ സാത്താനോ ഒരു ശത്രുവിനോ ഒരു ശക്തിക്കും കഴിയുകയില്ല. സകലത്തിന്മേലും ജയമെടുത്തൊരു കർത്താവാണ് നമുക്കുള്ളത്. അവൻ്റെ രക്തമാണ് നമുക്ക് വേണ്ടി നൽകിയത്. ആ വിശുദ്ധീകരണം, രക്തത്താൽ നമ്മെ വിശുദ്ധീകരിച്ചു. ഇനി ഒരു ശിക്ഷയും നമ്മുടെ മേലില്ല. ഇനി പാപത്തിൻ്റെ വഴികളിലേക്ക് പോകുവാനല്ല, വിശുദ്ധരായി നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവസാനമായി, ആമേൻ, സ്തോത്രം, അതിൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആമേൻ, കൂട്ടു സഹോദരങ്ങളെ സ്നേഹിപ്പാൻ കഴിയാതെ,
ആമേൻ സ്തോത്രം, ഒരുമിച്ച് കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളുന്നവരെ സ്നേഹിക്കുവാൻ കഴിയാതെ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാതെ, ആമേൻ കാണുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ കാണാത്ത ദൈവത്തെ നിനക്ക് എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്ന സ്നേഹിച്ച ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ച സ്വർഗം താണിറങ്ങി വന്ന് സ്വർഗത്തിൻ്റെ ആരാധ്യ പുരുഷനായിരുന്നവൻ ആമേൻ എല്ലാം ഹല്ലേലൂയ നമുക്ക് വേണ്ടി പോകുമെന്ന് ആമേൻ ചോദിക്കുമ്പോൾ ഹല്ലേലൂയ അടിയനിതാ അടിയനെ അയക്കേണമേ എന്നുള്ള ഹല്ലേലൂയ കർത്താവ് ആമേൻ പറയുവാൻ അടിയനിതാ അടിയനെ അയക്കേണമേ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരുവനുണ്ട്. ആ സ്നേഹം മനുഷ്യനെ തേടി വന്നൊരു സ്നേഹമുണ്ട്. സ്നേഹത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു, സ്നേഹത്തിൻ്റെ 8:35 ആമേൻ സ്തോത്രം 8:35 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതിൽ നിന്നൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. പൗലോസ് പറയുന്നത് ആമേൻ എന്നെ തേടി വന്നൊരു സ്നേഹമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ശൗലേ ശൗലേ എന്നുള്ള വിളി കേട്ടുകൊണ്ട് ആ ശബ്ദം ഞാൻ കേട്ടതാണ്, എന്നോട് ഇടപെട്ടതാണ്. ക്രിസ്തു എന്നെ തേടി വന്നതാണ്, യേശു എന്നെ തേടി വന്നതാണ്. ആ സ്നേഹത്തിൻ്റെ ആ ശബ്ദം ഞാൻ കേട്ടതാണ്. ആ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം, ബുദ്ധിമുട്ട്, ഉപദ്രവം, കഷ്ടത, പട്ടിണി ഇതെല്ലാം സഹിപ്പാൻ ഞാൻ സന്നദ്ധനാണ്, ഞാൻ ഒരുക്കമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആമേൻ സ്തോത്രം. കാരണം ഞാൻ അവനെ കണ്ടതാണ്, ഞാൻ അവനെ അനുഭവിച്ചവനാണ്. ആ സ്നേഹമാണ് എന്നെ തേടി വന്നത്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് മറ്റൊന്നും ഒരു വിഷയമല്ല. പട്ടിണി കിടന്നാലും, ഞാൻ ആപത്തിലൂടെ കടന്നാലും, ഹല്ലേലൂയ, കഷ്ടതയേറ്റാലും, ആ ചാട്ടവാറേറ്റാലും, ആമേൻ കാരാഗ്രഹം എൻ്റെ ജീവിതത്തിൽ വന്നാലും, എന്തു സംഭവിച്ചാലും എനിക്കതൊന്നും വിഷയമല്ല. സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണ്, അതിൻ്റെ ഉയരം എത്ര വലുതാണ്, അതിൻ്റെ വീതി എത്ര വലുതാണ്, അതിൻ്റെ നീളം എത്ര വലുതാണ്. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ ആർക്കും കഴിയില്ലെന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവ സ്നേഹത്തിൽ നിന്ന്, സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി തീരരുത്. ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ദൈവമായുള്ള സ്നേഹം വർദ്ധിക്കുവാനിടയായി തീരണം. സ്നേഹം കുറഞ്ഞു പോകുവാനല്ല, സ്നേഹം വർദ്ധിക്കുവാൻ ഇടയായി തീരണമെന്ന് പകൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവ്, അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്ന എന്ത് തന്നെ വന്നാലും അതിന്മേൽ ഞാൻ ജയമെടുക്കുവാൻ ഈ പകൽക്കാലം വചനത്തിന് മുമ്പാകെ എന്നെ സമർപ്പിക്കുന്നുവെന്ന് സമർപ്പണത്തോടുകൂടെ സകലത്തിന്മേലും ജയമെടുത്തൊരു കർത്താവാണ് നിന്നെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. ലോകത്തിൽ ഒരു ശക്തിക്ക് ദൈവസ്നേഹത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുവാൻ കഴിയുകയില്ല. സ്വല്പ സമയത്തേക്ക് ചില പ്രവർത്തനങ്ങൾ, ആമേൻ, പൈശാചിക പ്രവർത്തനങ്ങൾ, സാത്താന്യ പ്രവർത്തനങ്ങൾ, മറ്റു കൂട്ടു സഹോദരങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നിരിക്കാം. എന്നാൽ യഥാർത്ഥമായ ഒരു ദൈവം നോക്കേണ്ട ഒരു ഇടമുണ്ട്. നമ്മെ സ്നേഹിച്ച അരിമനാഥൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ, ഇതെല്ലാം സാരമില്ല എന്നെണ്ണിക്കൊണ്ട് ഞാൻ പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് മുന്നിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. കഷ്ടത എനിക്ക് വിഷയമല്ല, ആമേൻ, കപ്പൽ ചെയ്തവൻ്റെ വിഷയം എനിക്ക് വിഷയമല്ല, ആമേൻ, കൂട്ട് സഹോദരന്മാരുടെ ആപത്ത് എനിക്ക് വിഷയമല്ല, ആമേൻ, കള്ള സഹോദരന്മാർ എനിക്ക് വിരോധമായി എഴുന്നേറ്റം അതൊന്നും എനിക്ക് വിഷയമല്ല. അതൊന്നും എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തന്നെ അകറ്റുവാൻ ഇതിനൊന്നും കഴിയില്ല. എനിക്ക് ഒന്നറിയാം, സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണ്, ദൈവസ്നേഹത്തിൻ്റെ ഉയരം എത്ര വലുതാണ്, ദൈവസ്നേഹത്തിൻ്റെ വീതി എത്ര വലുതാണ്, ദൈവസ്നേഹത്തിൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീളം എത്ര വലുതാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമ്മെ തേടി വന്നൊരു സ്നേഹമുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇന്ന് പകൽ വന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മെ സ്നേഹിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി അന്ത്യത്തോളം ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിലെ എല്ലാ സ്നേഹവും ഇവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ നിത്യമായ സ്നേഹത്താൽ
അവൻ നമ്മെ സ്നേഹിച്ചതാണ്. പട്ടുകാരൻ നിത്യമായി സ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചു. സ്തോത്രം. ആമേൻ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, അത് നിത്യസ്നേഹം. അതിവിടെ കൊണ്ട് തീരുന്നതല്ല. ആ സ്നേഹത്തിൻ്റെ അവസാനം എവിടെയാണ്? നിത്യതയിൽ നമ്മെ സ്നേഹിച്ചവൻ്റെ മുഖം നാം അവനോട് ഒരുമിച്ച് അവനെ ആരാധിക്കുന്ന ദിവസങ്ങളുണ്ട്. ദൈവമക്കളെ, നമ്മെ സ്നേഹിച്ചവൻ ലോകത്തിൽ എല്ലാ സ്നേഹങ്ങളുടെ ശവക്കുഴി കൊണ്ട് അവസാനിക്കുമ്പോൾ അതിനപ്പുറമായി അവസാനിക്കാത്ത സ്നേഹമാണ് ദൈവസ്നേഹം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ആരാധന. ഇന്ന് പകൽ അവനെ ആരാധിപ്പാൻ നമുക്ക് കഴിയണം. അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം പൊങ്ങി വരുവാൻ ഇടയായി തീരണം. കട്ടലുവായിരുന്ന എന്നെ ആ നല്ലൊലുവോട് ഒട്ടിച്ച ദൈവസ്നേഹ പുറംപറമ്പിൽ കടന്നതായ എന്നെ തേടി വന്ന സ്നേഹം. സ്നേഹം എത്ര വലുതാണ്. സക്കായിക്ക് പറയുവാനുള്ള കാട്ടത്തിമേൽ ഇരുന്നപ്പോൾ കർത്താവിനെ ഒന്ന് കാണണമെന്നേ അവൻ ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ കർത്താവ് പറയും, സക്കായി ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. കർത്താവ് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാൻ ഇടയായി തീർന്നു. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ വീടിൻ്റെ അവസ്ഥ മാറി, അവൻ്റെ രീതി മാറി, അവന് വ്യത്യാസം വന്നു. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്തെങ്കിലും അന്യമായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞാനത് ഇരട്ടിയായി കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ആ സ്നേഹം തേടി വന്ന സ്നേഹം വന്നപ്പോൾ അവൻ്റെ സ്വഭാവം മാറുവാനിടയായി തീർന്നു. കഴിഞ്ഞ നാൾ വരെ ഉണ്ടായിരുന്നതായ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നു. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് ചില മാറ്റങ്ങൾ ദൈവസഭയ്ക്കുള്ളിൽ വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ സ്നേഹത്തെ ദൈവസ്നേഹത്തെ കുറിച്ച് ഇന്ന് പകൽക്കാലം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാനിടയായി തീരട്ടെ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചതായ ആദ്യത്തെ ഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? അനേക കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സ്തോത്രം, അതൊന്നും പറയുവാൻ ഇന്നെൻ്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബിൻ്റെ സ്തോത്രം, യാക്കോബ് കണ്ടതായ, ജോസഫ് കണ്ടതായ സ്വപ്നം. ആമേൻ. സ്തോത്രം. യോസഫ് താൻ ചെയ്യാത്ത കുറ്റത്തിന് കുണ്ടറയിൽ വീണു, കാരാഗ്രഹത്തിൽ പൊട്ടക്കുഴിയിൽ വീണു, കാരാഗ്രഹത്തിലായി. സ്തോത്രം. അപ്പൻ വിചാരിച്ചത് സ്തോത്രൻ്റെ മകൻ യോസഫ് മരിച്ചു എന്നാണ്. യോസഫിനെ കുറിച്ച് സകലതും എനിക്ക് പ്രതികൂലമാണ്. നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമെന്ന് പറഞ്ഞതായ യാക്കോബ് ഒരു ദിവസം ഫറവോൻ യോസഫ് അയച്ചതായ ഫറവോൻ്റെ രഥങ്ങളെ കണ്ടപ്പോൾ അവന് വീണ്ടും ചൈതന്യം വരുവാനിടയായിത്തീർന്നു. സകലതും പ്രതികൂലമെന്ന് പ്രതീക്ഷിച്ചവൻ ഹല്ലേലൂയ ഒരിക്കലും ആശയ്ക്ക് വിരുദ്ധമായി ആശയോടുകൂടെ നോക്കിയിരിപ്പാൻ പോലും കഴിയാത്ത നിലയിൽ എന്നേക്കുമായി ജോസഫ് മരിച്ചു എന്ന് സ്തോത്ര ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് വേദനപ്പെട്ടിരിക്കുന്ന 12 ഗോത്രത്തിൻ്റെ പിതാവായ യാക്കോബ് ഹല്ലേലൂയ ഒരു ദിവസം കേൾക്കുന്ന കേൾവി, കണ്ട കാഴ്ച തനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എല്ലാം തനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞവൻ ഒരു ദിവസം താൻ കാണുന്ന കാഴ്ച തന്നെ കൊണ്ടുപോകുവാൻ, ഫറവോൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുവാൻ, ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ, തൻ്റെ മകൻ മരിച്ചു എന്ന് വിചാരിച്ചിരുന്ന മകൻ അയച്ചതായ രഥങ്ങൾ കണ്ടപ്പോൾ ജീവിതത്തിൽ ചൈതന്യം വരുവാനിടയായി. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി ഇനിയും നടക്കുകയില്ല എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുന്നു. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിൻ്റെ കണ്ണിൻ മുമ്പിൽ വച്ച് തന്നെ നീ പ്രതികൂലമെന്ന് പ്രതീക്ഷിച്ച് എഴുതി തള്ളിയതിനെ മടക്കി നിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിന്നെ മാനിപ്പാനും അത് നിൻ്റെ ജീവിതത്തിൽ മടക്കിത്തന്ന് നിന്നെ മാനിപ്പാൻ നാം ആരാധിക്കുന്ന എന്നെ സ്നേഹിച്ച് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. അതുമാത്രമല്ല, യാക്കോബിനെ കയറ്റി മിസ്രൈമിലേക്ക് പോയി ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് 2 പ്രാവശ്യം
ആമേൻ. സ്തോത്രം. ഫറവോനെ ഈ യാക്കോബ് അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എത്ര മാറ്റമാണ്! പ്രതികൂലമായിട്ട് എന്തെങ്കിലും ഇന്ന് പകൽ നിൻ്റെ ജീവിതത്തിൽ ആമേൻ പ്രതികൂലമെന്ന് വിചാരിച്ചു ഭാരപ്പെട്ട് നീ ആരാധനയുടെ നടുവിൽ നീ ആയിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രിയ പ്രദീപ് പാസ്റ്റർ മുഖവരിയിൽ ഓർപ്പിച്ചു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് പകൽ നമ്മുടെ അസാധ്യങ്ങളെ നമുക്കസാധ്യമെന്ന് പ്രതീക്ഷിക്കുന്നതിനെ വിശ്വസിക്കുന്നതിനെ മാറ്റി സാധ്യമാക്കി തരുവാൻ, സകലതും പ്രതികൂലമെന്ന് പ്രതീക്ഷിച്ച് നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഒരു പ്രത്യാശയുടെ സുദിനം ദിനം നിൻ്റെ മുമ്പിലുണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവി പൽക്കാലം ദൂതറിയിക്കുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുത്ത് ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിച്ച് അതിന്മേൽ വിടുതലെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആലോചന അറിയിക്കുകയാണ്. പൽക്കാലം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. പ്രതികൂലമായ എല്ലാറ്റിനെയും മാറ്റിത്തരുവാൻ, പ്രതികൂലമായ കയ്യെഴുത്തിനെ മാറ്റിത്തരുവാൻ, ഇന്ന് പകൽ എല്ലാറ്റിനെയും മാറ്റിത്തരുവാൻ കഴിവുള്ള ഒരുവനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. മറന്നു പോകരുത്. ആമേൻ. സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? നൽകാതിരിക്കുകയില്ല. ആമേൻ. സ്വന്തം പുത്രനെ തന്നവൻ ആമേൻ. ഇന്ന് പകൽ ഹല്ലേലൂയ നിസ്സാരമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വിഷയമായെന്ന് തോന്നാം, എന്നാൽ അതെല്ലാം ദൈവത്തിന് നിസ്സാരമായ കാര്യങ്ങളാണ്. അതിനെ അനുകൂലമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. മറന്നു പോകരുത്. ദൈവസന്നിധിയിൽ പ്രതികൂലത്തെ നോക്കുവാനല്ല, നിന്നെ സ്നേഹിച്ച കർത്താവിൻ്റെ മുഖത്തേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് നോക്കവെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവൻ നിലവിളിച്ച് കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങൾ അവനെ വിടുവിച്ചു. ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് ഹോവയെ മഹിമപ്പെടുത്തുവേ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക, അവൻ്റെ നാമത്തെ ഒന്നിച്ച് ഉയർത്തുക. നിൻ്റെ വിഷയത്തിന് പരിഹാരം തരുക, നിൻ്റെ വിഷയത്തെ പ്രതികൂലമായതിനെ അനുകൂലമാക്കി തീർക്കുക. സകലതും പ്രതികൂലമെന്ന് വിധി എഴുതിയതിനെ അനുകൂലമാക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസിനെ തടവിലാക്കിയിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതനെ കാരാഗ്രഹത്തിലേക്ക് അയച്ച് ദൈവം വിടുവിച്ചുവെങ്കിൽ 1-ാം കാവലും 2-ാം കാവലും കടത്തി പ്രാർത്ഥിച്ചവരുടെ അടുക്കിലേക്ക് പത്രോസിനെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഏത് പ്രതികൂലമായിരുന്നാലും, എത്ര വലിയ ഹല്ലേലൂയ ബന്ധനമായിരുന്നാലും അതിനെ തകർത്ത് കളയുവാൻ എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് പകൽക്കാലം ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവശക്തി പകൽക്കാലം വചനത്തിലൂടെ വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് പകൽക്കാലം നിൻ്റെ ബന്ധനങ്ങളെ മാറ്റുവാൻ നിൻ്റെ ആരാധനയ്ക്ക്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വചനത്തിൻ്റെ ശക്തിക്ക് കഴിയുമെന്നുള്ളത് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഇന്ന് പകൽക്കാലം അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഏത് പ്രതികൂലത്തെയും മാറ്റി നിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് അതിനെ അനുകൂലമാക്കി വിധി എഴുതുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നതെന്ന് പകൽക്കാലം മറന്നു പോകരുത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്ക്. എല്ലാ ബന്ധനങ്ങളെയും അറുത്ത് കളയുവാൻ കഴിയുന്ന ദൈവശക്തി ഇതിനുള്ളിൽ നിന്ന് പകൽക്കാലം വ്യാപരിക്കുകയാണ്. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവ് പല കാര്യങ്ങൾ പറയുവാനുണ്ടെന്നാൽ ഞാൻ സമയം ചുരുക്കത്താൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് ശിഷ്യന്മാരെ നിർബന്ധിച്ച് കർത്താവ് അക്കരേക്ക് യാത്ര അയക്കുമ്പോൾ, കർത്താവ് ഒരു പടകിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് മലയിൽ പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ പോയി. താൻ നോക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ രാത്രിയുടെ 4-ാം യാമത്തിൽ കാറ്റ് പ്രതികൂലമായി, സ്തോത്രം, അക്കരയ്ക്ക് പോകുവാൻ കഴിയാതെ അവർ ഭാരപ്പെട്ട് പ്രയാസപ്പെടുമ്പോൾ വിളിച്ചവൻ മാത്രമല്ല, തിരഞ്ഞെടുത്തവൻ മാത്രമല്ല, പറഞ്ഞയച്ചവന് മൗനമായിരിക്കാൻ കഴിയുകയില്ല, നോക്കിയിരിക്കുവാൻ കഴിയുകയില്ല. കർത്താവ് സ്തോത്രം നോക്കുമ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ കടൽമേൽ നടന്ന് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് അവൻ കടന്നു ചെല്ലുവാനിടയായി. ആമേൻ. 1-ാം യാമവും 2-ാം യാമവും 3-ാം യാമവും കഴിഞ്ഞു. 4-ാം യാമം പ്രതീക്ഷയെല്ലാം മറ്റ സ്ഥാനത്ത് ഇന്ന് പകൽ പലരും ആയിരിക്കുമ്പോൾ നിന്നെ വിളിച്ച കർത്താവ്, നിന്നെ സ്നേഹിച്ച കർത്താവ്, നിന്നെ തിരഞ്ഞെടുത്ത കർത്താവ്, നിന്നെ പറഞ്ഞയച്ച കർത്താവ്, ആമേൻ, ദൈവസഭയിൽ നിന്നെ ആക്കിയ കർത്താവ്
ഇന്ന് രാത്രി, ഇന്ന് പകൽ നിന്നോട് സംസാരിക്കുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായപ്പോൾ കടലിൻ മീതെ നടന്ന് അവരുടെ അടുക്കലേക്ക് ചെന്ന് അവർ ഭൂതമെന്ന് അവർ ഹല്ലേലൂയ സ്തോത്രം വിചാരിച്ച് നിലവിളിക്കുമ്പോൾ ധൈര്യപ്പെടുക, ഞാനാണെന്ന് പറഞ്ഞവൻ ഇന്ന് പകൽ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. നിന്നെ വിളിച്ചവൻ വഴിയിലിട്ടേച്ച് പോകുന്നവനല്ല. നിന്നെ ഹല്ലേലൂയ വീണ്ടും വിളിച്ചവൻ നിന്നെ ഹല്ലേലൂയ സ്തോത്രം ഉപേക്ഷിച്ച് പോകുന്നവനല്ല. എന്നാൽ നിന്നെ എത്തിക്കേണ്ട ഇടത്തെത്തിക്കുവാൻ അവൻ വിശ്വസ്തനായ കർത്താവാണ്. അവരെ അക്കരെ എത്തിച്ചു. ആമേൻ സ്തോത്രം. കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ, സകലത്തെ അമർച്ച ചെയ്ത് നിന്നെ അക്കരെ എത്തിക്കുവാൻ കഴിവുള്ള ഒരുവനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഇന്ന് പകൽക്കാല ശാന്തതയില്ലാതെ ആമേൻ സ്തോത്രം ആലുകളും ഓളങ്ങളും നിൻ്റെ ജീവിതത്തിൽ വിശ്വാസപ്പെടൽ, നിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നടുവിലൂടെ കടന്നു പോകുമ്പോൾ നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തോട് നീ ചോദിച്ചാൽ നിൻ്റെ അടുക്കലേക്ക് വരുവാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ ഇതിൻ്റെ നടുവിൽ അവൻ കടന്നു വന്നിട്ടുണ്ട്. അവൻ ഈ ആരാധനയുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അവൻ നിന്നെ തൊടട്ടെ, അവൻ നിന്നെ വേണ്ടുവണമെന്ന് കാണട്ടെ, നിൻ്റെ ആരാധന അവനൊന്ന് സ്വീകരിക്കട്ടെ. നീ മഹത്വം അവന് കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ മഹത്വത്തിന് യോഗ്യനായവന് നീ മഹത്വം കൊടുക്കുന്നുവെങ്കിൽ മഹത്വം നിൻ്റെ പകൽക്കാലം നിൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, നിൻ്റെ തലമുറകളുടെ മേൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ആ മഹത്വം വെളിപ്പെടുവാനിടയായിത്തീരും. അവൻ തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. റീമാന ഹദ്ദാരാജ വൈഡാരാജ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വത്തിന് യോഗ്യൻ അവൻ മാത്രമാണ്. ഇന്ന് പകൽക്കാലം മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ, നിന്റെ വിഷയത്തിന്മേൽ വെളിപ്പെടട്ടെ, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ, ഈ സഭയിൽ വെളിപ്പെടട്ടെ, ശുശ്രൂഷയിൽ വെളിപ്പെടട്ടെ, തലമുറകളിൽ വെളിപ്പെടട്ടെ, നീ ജോലി ചെയ്യുന്ന മണ്ഡലങ്ങളിൽ വെളിപ്പെടട്ടെ, നിന്റെ മാതാപിതാക്കളുടെ ഹല്ലേലൂയ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ വെളിപ്പെടട്ടെ. ഏത് വിഷയം എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവൻ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. കാനാവിൽ മാത്രമല്ല ഹല്ലേലൂയ തൻ്റെ മഹത്വം ഫസ്റ്റ് വെളിപ്പെടുത്തുന്നത് ആമേൻ ഈ ശുശ്രൂഷ കാലയളവിൽ തന്നെ ഈ ഭൂമിയിലായിരുന്നു. ഒന്നാമത് വെളിപ്പെടുത്തിയ കാനാവിലാണ്. അതുകൊണ്ട് തീർന്നില്ല. ഇന്നും അവൻ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അതൊരു തുടക്കമായിരുന്നു. അത് തുടക്കമായിരുന്നുവെങ്കിൽ ഇന്നും മഹത്വം വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ലാസറിൻ്റെ ഭവനത്തിലല്ല, ലാസറിൻ്റെ കല്ലറയിൽ മാത്രമല്ല, അവൻ എവിടെയെല്ലാം കടന്നു പോയിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ മഹത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. അവൻ മഹത്വം വെളിപ്പെടുത്തുവാൻ വിശ്വസ്തനായ കർത്താവാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകിയവൻ. ഹല്ലേലൂയ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? ഇന്ന് പകൽക്കാലം ദൈവവചനത്തിനു മുമ്പാകെ നമ്മെ സമർപ്പിക്കുക. ഇന്നിവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ആമേൻ മനസ്സിലാക്കുകയാണ്, ആമേൻ ഈ വചനം ഏറ്റെടുക്കുകയാണ്. കർത്താവേ, അങ്ങ് ആമേൻ ഞങ്ങൾക്ക് അനുകൂലം, എനിക്ക് അനുകൂലമാണെങ്കിൽ എനിക്ക് പ്രതികൂലമാര്? പ്രതികൂലം ജീവിതത്തിൽ വരികയില്ലെന്നല്ല വചനം പറയുന്നത്. പ്രതികൂലം ജീവിതത്തിൽ വരും, എന്നാൽ അതിൻ്റെ നടുവിൽ അനുകൂലമായ എൻ്റെ കർത്താവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ നോക്കുവാനല്ല, അനുകൂലമായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ആമേൻ പ്രതികൂലങ്ങളെ നോക്കി നിരാശപ്പെടുവാനല്ല. ആമേൻ നിരാശയെ മാറ്റുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായിത്തീരും. സെരുബാബേലേ, നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ സമഭൂമിയാക്കുവാൻ കഴിവുള്ള സർവശക്തിയുള്ള ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. പ്രതികൂലമില്ലെന്നല്ല, ഒരു എരിഹോ മതിൽ നിൻ്റെ മുമ്പിൽ ഇല്ലെന്നല്ല, ഒരു ജോർദാൻ നിൻ്റെ മുമ്പിൽ ഇല്ലെന്നല്ല, ഒരു ചെങ്കടൽ നിൻ്റെ മുമ്പിൽ ഇല്ലെന്നല്ല, ആമേൻ പ്രതിസന്ധി നിൻ്റെ മുമ്പിൽ ഇല്ലെന്നല്ല. ആ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നെ നടത്തുന്നൊരു ദൈവിക കരുതൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നിൻ്റെ മേൽ, നിൻ്റെ കുടുംബത്തിന്മേൽ ഇറങ്ങി വരുവാൻ ഇടയായി തീരട്ടെ. ആമേൻ ജോർദാൻ നദിയിൽ ആമേൻ സ്തോത്രഹാൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ജോർദാൻ രണ്ടായി. മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ. ആ പെട്ടകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജോർദാൻ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ വഴിമാറി കൊടുക്കുവാൻ കഴിയാത്ത നിലയിൽ, ജോർദാൻ പിടിച്ച് നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ തൻ്റെ ജനത്തിനു വേണ്ടി വഴിമാറി കൊടുക്കുവാൻ, തൻ്റെ ജനത്തിനു മുമ്പോട്ടുള്ള യാത്ര സുഗമമാക്കുവാൻ ജോർദാൻ
രണ്ടായി വിഭാഗിക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ജോർദാനിലെ വെള്ളത്തെ വറ്റിക്കച്ച് കളഞ്ഞവൻ ഇന്ന് പകൽക്കാലം ചില പ്രതിസന്ധികൾ നിൻ്റെ മുമ്പിലുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ കർത്താവ് നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ, സ്നേഹിച്ച നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അതിനെ അനുകൂലമാക്കി മാറ്റി നിന്നെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്, ശക്തനാണ്. ഇന്ന് പകൽക്കാലം അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എരിഹോ കോട്ട എത്ര വലുതായാലും ഇസ്രായേൽ ജനത്തിന് തടസ്സമായി നിൽക്കുന്നതിനെ അവർ ആരാധിച്ചപ്പോൾ, അവർ കാഹളം ഊതിയപ്പോൾ, അവർ ആർത്തപ്പോൾ എരിഹോ കോട്ട ഇടിഞ്ഞെങ്കിൽ ഇന്ന് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ, വ്യക്തി ജീവിതങ്ങളിൽ ആരാധന വെളിപ്പെടട്ടെ. എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റുവാൻ ശക്തിയുള്ള ദൈവശക്തി നിന്റെ വിഷയത്തിന്മേൽ ഇറങ്ങി വരുവാനിടയായി തീരട്ടെ. അസാധ്യമെന്ന് വിധി എഴുതിയതിനെ സാധ്യമാക്കുവാൻ കഴിവുള്ള ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. പൽക്കാലം അവൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മെ തന്നെ സമർപ്പിക്കുക. പ്രാർത്ഥന ആവശ്യമുള്ളവർ, സ്തോത്ര വിഷയങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഇന്ന് പകൽക്കാലം ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു എന്ന് ഉത്തമ വിശ്വാസമുള്ളവർ, പ്രതിസന്ധികളുടെ നടുവിൽ എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായി വരുമെന്ന് വിശ്വാസമുള്ളവർ അവരുടെ കാര്യങ്ങളെ ഉയർത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഏത് വലിയ വിഷയമായിരുന്നാൽ മനുഷ്യന് പരിഹരിപ്പാൻ കഴിയാത്തതിനെ എല്ലാം പരിഹരിപ്പാൻ കഴിവുള്ള ഒരുവനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. അവൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. അവസാനമായി ദൈവവചനം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഇതിനുള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് പകൽ കരങ്ങൾ ഉയർത്തിയ നിൻ്റെ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ശക്തി അവരുടെ വിഷയത്തിന്മേൽ ഇന്ന് പകൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണമേ. അങ്ങയുടെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ, അവരുടെ വിഷയത്തിന്മേൽ വെളിപ്പെടുത്തണമേ, അവരുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുത്തണമേ. അവരാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അങ്ങയുടെ മഹത്വം വെളിപ്പെട്ടു വരുവാൻ സ്വർഗ്ഗസംഗതിയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് സ്തോത്രം. ഹല്ലേലൂയ. പോയപ്പോൾ ഒരു ശമൂവേലിലൂടെ മഹത്വം മടക്കി കൊണ്ടുവന്നവൻ ഇന്ന് പകൽ ഹല്ലേലൂയ. മഹത്വം ഞങ്ങളുടെ ഇടയിൽ പലപ്പോഴും പോയി എന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോൾ അതിനെ മടക്കി തരുവാൻ കഴിവുള്ളവൻ്റെ കരങ്ങളിലേക്ക് ഈ സമയത്ത് ഞങ്ങൾ സഭയെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇതിനുള്ളിൽ വ്യാപരിക്കട്ടെ. എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. ശത്രു കെട്ടുന്ന എല്ലാ കോട്ടകളും തകരുവാനിടയായി തീരട്ടെ. ദുഷ്ടൻ ദൃഷ്ടി വയ്ക്കുന്ന എല്ലാ അനുഭവങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പൽക്കാലം അതിന്മേൽ ജയമെടുക്കുകയാണ് കർത്താവേ. ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് അരുളി ചെയ്ത Glory to God. Hallelujah. Hallelujah. സഭയുടെ നാഥൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങ് അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ ചെയ്യണമേ. വീര്യം പ്രവർത്തിക്കണമേ. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്ന കരമാകയാൽ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. നിൻ്റെ മക്കളെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ മുമ്പിൽ അധിക സമയമില്ല. ചില മിനിറ്റുകൾ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിൽഗാൽ പെൻറ്റക്കോസ്റ്റൽ അസംബ്ലി നോട്ടിഹാം ഇവിടെയുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വിശിഷ്യ ദൈവദാസന്മാർക്കും ഒരു പ്രാവശ്യം കൂടെ ഞാൻ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നത് ദൈവം എന്നെ അയച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. സ്തോത്രം. പലപ്പോഴും മാനുഷിക നിലയിൽ നാം ചിന്തിക്കുന്ന പോലെയല്ല ദൈവം നമുക്ക് വേണ്ടി വഴികളെ ഒരുക്കുന്നത്. എൻ്റെ സ്വന്തമായ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തമായ ഒരു പേരിനോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല ഞാനിവിടെ വന്നത്. ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയല്ല ഞാനിവിടെ വന്നത്. ദൈവം സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മറുപടിയുമായിട്ടാണ് ഞാനിന്നിവിടെ വരുവാൻ ഇടയായിത്തീർന്നത്, അല്ലെങ്കിൽ എന്നെ ഇവിടെ ക്ഷണിക്കുവാൻ ഇടയായിത്തീർന്നത്. പ്രിയ പ്രദീപ് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ചില വർഷങ്ങൾക്ക് മുമ്പ് IPCയോട് ചേർന്ന് പ്രവർത്തിക്കത്തക്കവണ്ണം തന്നെ IPC റീജൻ്റെ പ്രസ്ബിറ്ററി തീരുമാനമെടുത്ത് ലെസ്റ്ററിൽ വെച്ച് ഓർഡിനേഷൻ ശുശ്രൂഷ നടത്തുവാനും അന്ന് ആ കാര്യങ്ങൾ ചുമതലപ്പെടുത്തുവാനിടയായി. എന്നാൽ ചില വർഷങ്ങൾ നീണ്ടുപോയെന്നാൽ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ
ലെസ്റ്ററിലെ സഭ ഞങ്ങളോട് ഒരുമിച്ച് അല്ലെങ്കിൽ IPCയോട് ചേർന്ന് പ്രവർത്തിക്കത്തക്കണ ഒരു തീരുമാനമെടുത്തു. ഞാനൊരു സൺഡേ അവിടെ പോയി പ്രാർത്ഥിച്ച് അവരെ വെൽക്കം ചെയ്ത് അനുഗ്രഹിച്ച് കടന്നു വരുവാനിടയായി. ഇതിന് ശേഷമായിട്ടാണ് ഇവിടെ ഇപ്രകാരം ഒരു അവസരം ഉണ്ടായത്. ഇതൊരു ഫെലോഷിപ്പാണ്. ഈ രാജ്യത്ത് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളുമായിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ കൾച്ചർ അനുസരിച്ച് ഇവിടെ വന്ന് നമ്മളാരും ഇംഗ്ലീഷുകാരായിട്ടില്ല. ആണോന്നുണ്ടെങ്കിൽ പോലും എത്ര വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നു വന്നാലും അവരൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏഷ്യൻ ഇതിൽ നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഇതിൽ നിന്ന് വന്നവരാണ്. പൈതൃകം കൊണ്ടൊന്നും നമുക്ക് ഇത് ഒരു സിറ്റിസൺ കിട്ടുമായിരിക്കാം. എന്നാൽ ഒരു ബ്രിട്ടീഷുകാരനാകണമെങ്കിൽ നമ്മളെല്ലാം ഇവിടുത്തുകാരല്ല. വചനം തന്നെ പറയും നമ്മൾ ഈ ലോകത്ത് ഇവിടുത്തുകാരേ അല്ല. നമ്മുടെ പൗരത്വം ഇവിടെ അല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ താൽക്കാലികമായി നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പ് ആവശ്യമാണ്, ആവശ്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വന്നു ഇതായി നമ്മുടേതായ പെന്തക്കോസ്റ്റ് കൾച്ചറിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം, അവരുമായി ഒരു അഫിലിയേഷൻ, സ്പിരിച്വൽ അഫിലിയേഷനാണ് അത്. വർഷത്തിലൊരു കൺവെൻഷനോ അല്ലെങ്കിൽ നമ്മുടെ യൂത്തിൻ്റേതായ ഒരുമിച്ചുള്ളതായ പ്രോഗ്രാമുകൾ, സൺഡേ സ്കൂൾ ഒരു ഏകീകൃതമായ സിലബസ്, ഒരുമിച്ച് കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ ഇത് ചെയ്യുമ്പോൾ ഒരുമിച്ച് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി അവരുടെ റിസൾട്ടൊക്കെ നോക്കി ഒരുമിച്ച് എല്ലാവരുടെയും പൊതുവേദിയിൽ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, അവരുടെ ടാലൻറ്റുകൾ എത്ര ഉണ്ടെന്നൊക്കെ. ഇങ്ങനെയൊക്കെ ഉള്ള ആത്മീയമായ ഒരു അനുഗ്രഹത്തിനും ഒരു ഉയർച്ചയ്ക്കും വേണ്ടിയാണ് നമ്മളിത്. അങ്ങനെ നമുക്കിവിടെ 40 സഭയോളം ഉണ്ട്. എല്ലാ സഭകളും അങ്ങനെ. ഒരു സഭയുടെ മേലും ആർക്കും ഇവിടുത്തെ IPCയിലെ ഒരു നേതൃത്വത്തിനും ഒരു അവകാശവുമില്ല. അതിന്മേൽ യാതൊരു കൈകടത്തും ഉണ്ടാകത്തുമില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല. നിങ്ങളെന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ മാത്രമേ ഇവിടെ വരികയുമുള്ളൂ. ഇതൊരു ഫെലോഷിപ്പാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടെ നിങ്ങൾ എടുത്ത തീരുമാനം എന്നെ സീനിയർ പാസ്റ്ററായ പ്രദീപ് പാസ്റ്റർ അറിയിച്ചു. അതിനോട് ബന്ധപ്പെട്ടാണ് ഇവിടെ വരുവാനിടയായി തീർന്നു. ദൈവമക്കളെ, കർത്താവിൻ്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഈ രാജ്യത്ത് വരുവാൻ ഭാഗ്യം നൽകി. പ്രത്യേകിച്ച് ഈ പട്ടണത്തിൽ നിങ്ങൾക്കായിരിക്കാൻ ദൈവം ഇടയാക്കി. സഹോദര സ്നേഹത്തിലും സ്നേഹബന്ധത്തിലും ആമേൻ, ക്രിസ്തീയ ഐക്യത്തിലും കൂട്ടായ്മയിലും പരസ്പര ധാരണയോടും കൂടെ കർത്താവ് നമ്മെ എവിടെയാണോ ആരാധനയ്ക്കാക്കിയിരിക്കുന്നത് ആ ദൈവദാസന്മാരെ ബഹുമാനിക്കുകയും ദൈവമാണ് അവരെ നിയോഗിച്ചത്. അവരുടെ തീരുമാനങ്ങൾ, നിങ്ങളോട് ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിച്ച് അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ആമേൻ സ്വന്തം തലമുറകൾക്കും അത് അനുഗ്രഹമായി തീരും, ആത്മീയമായി വളരുവാനിടയായി തീരും. ആമേൻ ഏക മനസ്സോടെ, ആമേൻ ഐക്യതയോടെ, ആമേൻ സ്വന്തം കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ട് ദേശത്ത് കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുന്ന, കർത്താവിനെ ക്രിസ്തുവിനെ വായിക്കുന്ന പത്രങ്ങളായി കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ ദൈവം നിങ്ങളെ സംഗതിയാക്കട്ടെ. എന്നെ ക്ഷണിച്ച പ്രത്യേകിച്ച് നമ്മുടെ പ്രദീപ് പാസ്റ്റർ ഈ സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ താമസിക്കുന്ന ബർമിംഗ്ഹാമിലാണ്, കുടുംബമുണ്ട്. എൻ്റെ സ്വന്തം സ്ഥലം കൊല്ലം ജില്ലയിൽ, കേരളത്തിൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരമാണ്. എൻ്റെ പിതാവ് ഏകദേശം 100 വയസ്സോട് അടുപ്പിച്ചാണ് ദൈവസേനയിൽ ചേർക്കപ്പെട്ടത്. ഏകദേശം 70 വർഷം കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്ത് ആമേൻ വിശ്വസ്തനായി അന്ത്യത്തോളം നിന്ന് ഞങ്ങളെ ആ നിലയിൽ വളർത്തിയെടുത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് പ്രാപ്തരാക്കി തീർത്തു. അവരുടെ പ്രാർത്ഥനയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. ആമേൻ. ദൈവം ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ തന്നു. മോൻ കുടുംബമായിട്ട് സ്കോട്ട്ലൻഡിലാണ്, ഒരു കൊച്ചുമോനുണ്ട്. മോള് ലോ ഫേം വർക്ക് ചെയ്യുന്നു. ആമേൻ. വൈഫ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. നമ്മുടെ പ്രദീപ് പാസ്റ്ററിൻ്റെ സ്ഥലത്താണ്, അവിടുന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. പത്തനാപുരമാണ്. ഞാനൊരു ഫെയ്ത്ത് ഹോമിൽ മാതാപിതാക്കളോട് ഒരുമിച്ച് 17 വയസ്സുവരെ ഞാൻ ഫെയ്ത്ത് ഹോമിൽ വളർന്നു വന്ന വ്യക്തിയാണ്. എനിക്ക് എല്ലാവരെയും പല തിക്ത അനുഭവങ്ങളൊക്കെ ശുശ്രൂഷയിലും എൻ്റെ പിതാവൊക്കെ അനുഭവിച്ച കാലഘട്ടത്തിലുണ്ട്. എന്നാൽ ആമേൻ ദൈവം വിശ്വസ്തനാണ്. ഇത് ഏൽപ്പിച്ച ദൈവമാണ്. വെല്ലുവിളികളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും കടന്നു വരുമ്പോൾ കർത്താവിന് വേണ്ടി ശക്തനായി ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ അന്ത്യത്തോളം നിർവടിയായി ചെയ്തെടുപ്പാൻ പ്രിയ ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പാസ്റ്റർ ത്രൂ അറിയിച്ചാലിന് വേണ്ടി പ്രാർത്ഥിക്കും. റീജിയനിൽ ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റു കാര്യങ്ങളിൽ നിങ്ങളോട് കൂടെ ഞങ്ങൾ റീജിയൻ ഉണ്ടാകും. കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കും. നിങ്ങളെടുത്ത തീരുമാനത്തിന് ദൈവം നിങ്ങൾക്ക്
എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകട്ടെ. അതൊരിക്കലും നിങ്ങൾക്ക് ഒരു പ്രയാസമാകുകയില്ല. നിങ്ങളുടെ എല്ലാ നിലയിലും നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടിൻ്റെ 1-2 സമയം പോയി എന്ന് എനിക്കറിയാം. 12:30ക്കാണ് ദൈവദാസൻ പറഞ്ഞത്. എന്നാൽ 5 മിനിറ്റ് കൂടെ പോകും, ക്ഷമിക്കുക. ആമേൻ. പോർക്കളത്തിൽ നാം പൊരുതുകധീരരായി യേശുവിൻ നാമമേന്തി, പോർക്കളത്തിൽ നാം പൊരുതുകധീര യേശുവിൻ പോയിടാം സുവിശേഷം ഓതിടാം നാടും അനന്ത സന്തോഷമു ഒടുവിൽ പോയിട സുവിശേഷം ഓതിടാം നാടെങ്ങും അനന്ത സന്തോഷ ഒടുവിൽ ഐക്യമായി നിന്നു നാം വേല ചെയ്ത് ഇടിച്ചിടാം പേയിൻ കോട്ട. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടും ഇടിച്ചിടാം പേയിൻ കോട്ട. ജയമെടുത്തിടാൻ ജയവീരൻ വരുവാൻ താമസമില്ലിനിയേറെ. ജയമെടുത്തിടാൻ ജയവീരൻ വരുവാൻ താമസമില്ലിനിയേറെ. ഒരുമിച്ച് നമുക്ക് ദൈവം നമ്മുടെ കരങ്ങൾ ഉയർത്താം. ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീതമായ പകൽക്കാലത്തിനായി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട നിൻ്റെ മക്കളായി ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മാവിൽ സത്യത്തിൽ ഞങ്ങളുടെ ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽ ഒരു സഭായോഗമായി ദൈവപാദപീഠത്തിലായിരിക്കാൻ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വിലയേറിയ അവസരത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ കാലാകാലങ്ങളിലായി വീണ്ടെടുത്തു. അങ്ങ് ഞങ്ങളെ വിളിച്ചു, വിശുദ്ധ തൈലം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്തു. ഞങ്ങളുടെ മക്കളും അവകാശികളുമാക്കി തീർത്ത ക്രൂശിലെ സ്നേഹത്തിനായി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, പല സമയങ്ങളിലായി ഈ രാജ്യത്ത് കടന്നു വരുവാൻ, വിശിഷ്യ ഈ പട്ടണത്തിലായിരിക്കാൻ നിൻ്റെ മക്കളോട് അങ്ങയ്ക്ക് പ്രസാദം തോന്നി. കർത്താവ് അവർക്ക് കൊടുത്ത ജോലിക്കായി സ്തോത്രം. ഈ രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകൾക്കായി സ്തോത്രം. വഴികളെ ദൈവം തുറന്നു കൊടുത്ത സാധ്യമെന്ന് പലപ്പോഴും ചിന്തിച്ച സാഹചര്യങ്ങൾ അതിനെല്ലാം മാറ്റി അത്ഭുതകരമായ നിലയിൽ വഴികളെ തുറന്നു കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കർത്താവേ, ഇവിടെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇവിടുത്തെ അംഗങ്ങളാക്കി ദൈവം തീർത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിനും അങ്ങയുടെ വിശ്വസ്തകൾക്കും അങ്ങയുടെ വാഗ്ദത്തങ്ങൾക്കുമായി സ്തോത്രം. ഇന്ന് പകൽ നിൻ്റെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് അരുളിച്ചെയ്ത കർത്താവേ, ആമേൻ. സ്തോത്രം. അവർ ഐക്യമായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നിൻ്റെ മക്കളെ എല്ലാവരെയും അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആരെങ്കിലും അതിന് പ്രതികൂലമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളോട് ഈ പകൽക്കാലം ഇടപെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് എന്താണെന്ന് ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കി കർത്താവേ, ദൈവസ്നേഹത്തിൽ ഒരുമിച്ച് എല്ലാവരെയും കണ്ട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വരും ദിവസങ്ങളിൽ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങൾ അവരെടുത്ത തീരുമാനം അത് ദൈവനാമ മഹത്വത്തിന്, ഇവിടെയുള്ള പ്രവർത്തനങ്ങളുടെ വിശാലതയ്ക്ക്, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക്, ആത്മീക അനുഗ്രഹത്തിന്, അവരുടെ കുഞ്ഞുങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കർത്താവേ ആത്മീക പുരോഗതിക്ക്, ആമേ സ്തോത്രം, ഞങ്ങളുടെ ആത്മീകമായ വളർച്ചയ്ക്ക്, ആമേ ദേശത്ത് ഹല്ലേലൂയ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തത്തക്കവണ്ണം അവരുടെ തീരുമാനത്തെ ദൈവം അങ്ങ് മാനിച്ചിരിക്കയാൽ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഒരു ദിവസങ്ങളിൽ ഞങ്ങളോട് ഒരുമിച്ച് IPCയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഒന്നിനും ഒരു പ്രയാസം വരാതെ, ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരാതെ കർത്താവരെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന കർത്താവേ, പല ഡിനോമിനേഷനിൽ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ്. എന്നാൽ സാഹചര്യം ഇവിടെ കടന്നു വന്ന് ഒരുമിച്ച് ആരാധിക്കത്തക്കവണ്ണം നിൻ്റെ മക്കളെ ഇടയാക്കി. ഞങ്ങൾക്ക് ഡിനോമിനേഷൻ അല്ല കർത്താവേ,
അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന് ഞങ്ങളെ സ്നേഹിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ സകലതും മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദിവസങ്ങൾ ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് IPCയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ആത്മീക, ഭൗതിക, ശാരീരിക, മാനസിക എല്ലാ നിലകളിലും അവരനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരുത്തെ തടുക്കുവാൻ ലോകത്തിലൊരു ശക്തിക്ക് കഴിയുകയില്ലല്ലോ കർത്താവേ. അന്ധകാരം വിട്ടുപോകട്ടെ, ദുഷ്ടൻ കെട്ടുന്ന എല്ലാ കോട്ടകളും അഴിഞ്ഞു മാറുവാൻ ഇടയാകട്ടെ. ആത്മാവിലുള്ള സ്വാതന്ത്ര്യം നിന്റെ ജനം അനുഭവിപ്പാൻ ഇടയാക്കണമേ. അവരെടുത്ത തീരുമാനം അവർക്ക് മാത്രമല്ല, അവരുടെ തലമുറകൾക്കും അതൊരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്ര. ജിത്തിൻ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സിബി ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബെന്നി ബ്രദറിനായി സ്തോത്ര. മറ്റ് സഹോദരങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ, യൂത്ത് മീറ്റിംഗ്, ഹല്ലേലൂയ, സഹോദരിമാരുടെ മീറ്റിംഗ്, മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്ര. ഇവിടുത്തെ കൊയറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മീയമായി ഒന്നിനും ഒരു കുറവില്ലാതെ ഈ സഭ വളരുവാൻ ഇടയാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വരുന്ന ദൈവമക്കളിലൂടെ ക്രിസ്തുവിനെ അനേകർ കാണുവാൻ ഇടയാക്കണമേ. ദേശത്തെ പിടിച്ചടക്കുവാനുള്ള ദൈവശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിന്റെ ദാസന്മാരുടെ മേലും നിന്റെ ദാസിമാരുടെ മേലും പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതിഭാശ്രയ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന് മേൽ പുത്തൻ അഭിഷേകം, നിയോഗം ദൈവം കൊടുക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നിന്റെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച്, നിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്ര. ഹല്ലേലൂയ. ഈ പ്രവർത്തന ഗിൽഗാൽ പെന്തക്കോസ്റ്റ് അസംബ്ലി IPCയുടെ അഫിലിയേറ്റഡ് ചർച്ചാക്കി തീർത്തതിനായി സ്തോത്രം കർത്താവേ. സകല മഹത്വവും ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കണം പിതാവേ. ആമേൻ. ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, IPCയുടെ UK അയർലൻഡ് റീജിയൻ്റെ ഒരു അഫിലിയേറ്റഡ് ചർച്ചായി ഗിൽഗാൽ പെന്തക്കോസ്റ്റ് അസംബ്ലി തീർന്നിരിക്കുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. എല്ലാവർക്കും ദൈവസന്നിധിക്ക് എന്നെ ക്ഷണിക്കുകയും വചന ശുശ്രൂഷിക്കുവാനും ഇപ്രകാരം അവസാനമായി ഇങ്ങനെ ഒരവസരം കൂടെ ദൈവത്താൽ ലഭിച്ചതോർത്ത്, എന്നെ ക്ഷണിച്ചതോർത്ത് ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ആമേൻ പ്രദീപ് പാസ്റ്ററോടും ജിത്തിൻ പാസ്റ്ററോടും പ്രിയ സഹോദരങ്ങൾ ബെന്നി, സിബി, മറ്റ് ഈ സഭയിലെ എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും എൻ്റെയും റീജിയൻ്റെയും ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹവും വന്ദനവും കടപ്പാടും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.